ഹലോ, നമസ്കാരം. ഞാൻ ഷാക്കിർ. ആലത്തൂരാണ് എൻ്റെ സ്ഥലം. ഒരു റിവ്യൂ വേണം എന്ന് സാറ് പറഞ്ഞപ്പോഴേ ഒരുപാട് ആലോചിച്ചിട്ടാണ് ഞാനൊരു റിവ്യൂ ഇടുന്നത്. ഒരു 52 വയസ്സായി എനിക്ക്. ഇതിനിടയ്ക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ബിസിനസ് ചെയ്തിട്ടും ജോലി ചെയ്തിട്ടും ഒക്കെ ആയിട്ട് 10-12 വർഷം ഞാൻ ഗൾഫിലായിരുന്നു. ബാക്കിയുള്ള സമയം നാട്ടിൽ. ഇതിൽ നല്ലപോലെ ക്യാഷ് ഉണ്ടായിരുന്നു. ബിസിനസ്സിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ഗൾഫിൽ നല്ലപോലെ പൈസ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം അത് ഫ്ലോപ്പായി കംപ്ലീറ്റ് സാമ്പത്തികമായിട്ട് തകരുകയും നാട്ടിലേക്ക് വരികയും ഒക്കെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയതല്ല. ഇത് ഇത്രയും പറഞ്ഞത് പിന്നെ എൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയാനാണ്. ഒരുപാട് ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഇതുപോലെയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് ക്ലാസ്സുകളിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മോട്ടിവേഷനായിട്ടും ബിസിനസ്സായിട്ടും അല്ലാതെയുമൊക്കെ. അപ്പോൾ എൻ്റെ ഒരൊറ്റ വാക്കിലുള്ള അഭിപ്രായം തികച്ചും വ്യത്യസ്തമാണ് സാറുടെ രീതി അല്ലെങ്കിൽ സാറ് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ക്ലാസ്സിലെ 10 ദിവസം കഴിയുമ്പോൾ സാറ് പറയുന്ന കാര്യങ്ങളെല്ലാം മറ്റ് ക്ലാസ്സുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒന്ന്. രണ്ടാമത്, ഒരു ഗുരുനാഥന് വേണ്ട ക്വാളിറ്റി എന്ന് പറയാവുന്ന ക്വാളിറ്റികളിൽ എനിക്ക് തോന്നുന്നു ഒരു 90% 95 അത്രയും മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇദ്ദേഹത്തിന്, നമ്മളുടെ സാറിന്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ക്ലാസ് 2 മിനിറ്റുള്ള ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ 3 മിനിറ്റുള്ള ക്ലാസ് ഉണ്ട്, 10-13 മിനിറ്റുള്ള ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കണ്ണടച്ച് കൈകൂപ്പി നിൽക്കുന്ന ആ ഒരു രൂപം, അത് മാത്രം മതി അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അത്രയും നന്നായിട്ട് എന്ന് വെച്ചാൽ നിറകുടം തുളുമ്പില്ല എന്നൊക്കെ പറയുന്നത് പോലെ അറിവുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പെരുമാറാൻ കഴിയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ബിസിനസ്സിൻ്റെ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, പറഞ്ഞ എല്ലാ വർക്കൗട്ടുകളും കൃത്യമായിട്ട് മുഴുവനായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. പലതിലും എൻ്റെ അറിവില്ലായ്മയും എൻ്റെ പോരായ്മകളും എൻ്റെ എന്താ പറയുക മടിയും അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് എനിക്കത് മുഴുവനാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കുറച്ച് വർക്കൗട്ടുകൾ കൊടുക്കാൻ ബാക്കിയുണ്ട്. ഞാനത് ചെയ്യാതിരിക്കൊന്നുമില്ല. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇനി പുതിയ വരുന്ന അല്ലെങ്കിൽ എൻ്റെ ഈ റിവ്യൂ കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിർബന്ധമായിട്ടും സമ്പാദ്യം തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ പഠിക്കുന്ന കുട്ടികളെ വിട്ടേക്കുക. സമ്പാദിക്കാൻ തുടങ്ങുന്ന ആ സമയത്ത്, അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനിയനോ അനിയത്തിയോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അനിയത്തിമാരോ അനിയന്മാരോ ഇത് കേൾക്കുന്ന ആളുകൾ, നിങ്ങളുടെ സമ്പാദ്യം തുടങ്ങുന്ന, വരുമാനം തുടങ്ങുന്ന ആ സമയത്ത് സാറുടെ അടുത്തൊരു ഗൈഡൻസ് വാങ്ങിക്കുക. സാറുടെ അടുത്ത് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. 18,000 എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എന്താ പറയുക, വളരെ കുറഞ്ഞൊരു ഫീസാണ് ഈ ക്ലാസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. 18,000 രൂപ എനിക്കും ഇപ്പോൾ വലിയ സംഖ്യയാണ്. പക്ഷേ ഈ ക്ലാസ്സിനെ വിലയിരുത്തുമ്പോൾ 18,000 രൂപ വളരെ കുറവാണ്. ഇപ്പം എൻ്റെ മോൻ BDSന് ഫാം ഡേക്ക് പഠിക്കുന്നുണ്ട്, മൂത്ത ആൾ. അവൻ്റെ കോഴ്സ് കഴിഞ്ഞാൽ അവൻ എവിടെ ജോലിക്ക് പോവുകയാണെങ്കിലും ഞാൻ സാറുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കും. എൻ്റെ രണ്ടാമത്തെ മോളാണ്, അവൾ MBBSന് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ, ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, സെക്കൻഡ് ഇയറാണ്. അവളുടെ കോഴ്സ് കഴിഞ്ഞിട്ട് ഹൗസ് സർജൻസി കഴിഞ്ഞാൽ അവൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ പോകരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഹൗസ് സർജൻസി കഴിഞ്ഞ ഉടനെ നേരെ വർക്ക് ചെയ്യാൻ പോകരുത്, നേരെ PGക്ക് ചേരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനു മുമ്പ് ഞാൻ സാറുടെ ക്ലാസ് എങ്ങനെയെങ്കിലും പറ്റിയാൽ നേരിട്ട്, അല്ലെങ്കിൽ ഓൺലൈനിലെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്യിപ്പിക്കും. പിന്നെ എൻ്റെ ചെറിയ മോൾ, അവൾ +2 കഴിഞ്ഞിട്ടുണ്ട്. അവൾ ഡിഗ്രിയോ അതുപോലെ എന്തെങ്കിലും കോഴ്സ് കഴിഞ്ഞതിന് ശേഷം
അവളെയും ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ എത്തിയിരിപ്പിക്കും. ഞാൻ പരാജയപ്പെട്ടിടത്ത് എൻ്റെ മക്കളെങ്കിലും വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. എൻ്റെ റിവ്യൂ കേട്ടതിനും എന്നെ എത്ര നേരം സഹിച്ചതിനും ക്ഷമിച്ചതിനുമൊക്കെ താങ്ക് യു വെരി മച്ച്. അതേപോലെ നമ്മളുടെ സാറിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് വലിയ വിഷനാണ് സാറിനുള്ളത്. ആ വിഷൻ ഫുൾഫിൽ ചെയ്യാൻ, അത് സാറിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ, സാറിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ എന്നും സാറിൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ആത്മാർത്ഥമായിട്ടാണ് ആശംസിക്കുന്നത്, അല്ലാതെ എൻ്റെ റിവ്യൂവിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല.